ദൈവത്തിൻ്റെ മഹാദയ, കരുണാസമ്പന്നത, പുതിയ കൃപകൾ, എന്നേക്കുമുള്ള ദയ, ഇതൊക്കെ നാം കണ്ടുകഴിഞ്ഞു. ലൂക്കോസ് 6:36 ഇപ്രകാരം പറയുന്നു: നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവനാകുന്നതുപോലെ നിങ്ങളും മനസ്സലിവുള്ളവരാകുവിൻ. പിതാവിനെ അനുകരിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. വിധിക്കരുത്, എന്നാൽ നിങ്ങളെയും വിധിക്കുകയില്ല. ക്ഷമിക്കുവിൻ, എന്നാൽ നിങ്ങളോടും ക്ഷമിക്കും. കൊടുക്കുവിൻ, എന്നാൽ നിങ്ങൾക്കും കിട്ടും. അമർത്തിക്കുലുക്കി കവിയുന്ന നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. പലതരത്തിൽ നാം എല്ലാവരും നമ്മുടെ ഭൗമിക മാതാപിതാക്കളുമായി സാമ്യമുള്ളവരാണ്. നമ്മുടെ ജീനുകൾ കാരണം നമ്മൾ അവരെപ്പോലെ കാണപ്പെടുന്നു, ശബ്ദിക്കുന്നു. അവർക്കൊപ്പം വളരെ സമയം ചെലവഴിച്ചതിനാൽ നമ്മുടെ പെരുമാറ്റ രീതികൾ പലതും അവരെപ്പോലെയാണ്. നമ്മൾ നമ്മുടെ സ്വർഗീയ പിതാവിനോടും സാമ്യമുള്ളവരാണ്. ദൈവിക സാദൃശ്യത്തിൽ നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. യേശുവിൻ്റെ സ്വഭാവം നാം മാതൃകയാക്കേണ്ടതാണ്. കാരുണ്യം ദൈവികമാണ്, മാനുഷികമല്ല. മനുഷ്യരെന്ന നിലയിൽ നാം തെറ്റുകൾ വരുത്തുന്നു. നമുക്ക് കരുണ ആവശ്യമാണ്. നമ്മൾ മറ്റുള്ളവർക്ക് നൽകുന്ന കരുണ നമ്മുടേതല്ല, ദൈവം സൗജന്യമായി നമുക്ക് നൽകിയതാണ്. അവൻ അത് നൽകിയത് നമ്മോടുള്ള അതിയായ സ്നേഹം കാരണമാണ്. വിധിക്കാതെ കരുണ കാണിക്കുന്നത് നമ്മെ സ്വർഗീയ പിതാവിനെ പോലെയാക്കും. യോനായ്ക്ക് തൻ്റെ പ്രാണൻ ക്ഷീണിച്ചുപോയ അവസ്ഥയിൽ ദൈവിക കാരുണ്യം ലഭിച്ചു. അനുതാപവും അനുഗ്രഹവും അനുസരണവും ദൈവിക കരുണയുടെ ഭാഗമായി നാം കണ്ടു. നിനവേക്കാർ തങ്ങളുടെ ദുഷ്ടത വിട്ട് ദൈവഭയത്തിൽ ജീവിക്കാൻ തീരുമാനിച്ചപ്പോൾ ദൈവിക കരുണ അവരെ സന്ദർശിച്ചു. എന്നാൽ പിന്നീട് യോനായുടെ ദേഷ്യവും നിരാശയും നമ്മെ അത്ഭുതപ്പെടുത്തുന്നു. ദൈവിക കരുണ സ്വന്തമായി അനുഭവിച്ച യോന കാരുണ്യവാനായ ദൈവം നിനവയോട് കരുണ കാണിച്ചതിൽ അത്യന്തം കോപിക്കുന്നു. അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു: അയ്യോ യഹോവേ, ഞാൻ എൻ്റെ ദേശത്തായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് ഇതുതന്നെയല്ലയോ? അതുകൊണ്ടായിരുന്നു ഞാൻ തർശീശിലേക്ക് ഓടിപ്പോയത്. നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയുമുള്ളവൻ. ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ സമ്പന്നത യോനായ്ക്ക് അംഗീകരിക്കുവാൻ കഴിഞ്ഞില്ല. സ്വന്തമായി കരുണ ആസ്വദിച്ചെങ്കിലും നിനവേക്കാർ കാരുണ്യം അനുഭവിക്കുവാൻ യോഗ്യരല്ലെന്ന് അവൻ വിശ്വസിച്ചു. ഇത് തീർച്ചയായും പരിതാപകരമായ ഒരു അനുഭവം തന്നെ. അതുകൊണ്ട് നിങ്ങളുടെ കാരുണ്യത്തിൻ്റെ പാത്രത്തിൽ നിന്നും മറ്റുള്ളവർക്ക് സൗജന്യമായി കൊടുക്കുവാൻ മടിക്കേണ്ട. അത് നിറയ്ക്കുവാനും നിങ്ങളെ കരുണ നിറഞ്ഞവരായി നിലനിർത്തുവാനും ദൈവം എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988221957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.